Hello guys, welcome back to my YouTube channel Techwithdude. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എയർ കൂളറാണ്. ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എയർ കൂളർ ഉണ്ടാക്കാം. വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എയർ കൂളറാണ് ഇത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എയർ കൂളർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ മാർക്കാതെ എനേബിൾ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വർക്കിലേക്ക് എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇത് സൈസോ ഷേപ്പോ ഒന്നൊരു വിഷയമല്ല, ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ സംഘടിപ്പിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു DC മോട്ടറാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 5 വോൾട്ടിൻ്റെ മോട്ടറാണ്. നമുക്ക് 12 വോൾട്ടിൽ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അടുത്ത നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഫാനിൻ്റെ ലീഫാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 എൽബോ പീസാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇഞ്ചിൻ്റെതാണ്. 2 ഇഞ്ചിൻ്റെ 2 എൽബോ പീസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ. നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്, 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യാം. ഇത് കിട്ടിയില്ല നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു DC സോക്കറ്റാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ നമുക്ക് അഡാപ്റ്ററിനുള്ള പവർ സപ്ലൈ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കേണ്ടിയിട്ടാണ്. ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് പവർ സപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് അടക്കാം. നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഫാനിൻ്റെ ലീഫ് നമുക്ക് ജസ്റ്റ് ആ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മളിതാ മാർക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മാർക്കിൻ്റെ അകത്ത് കൂട്ടാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മളിതാ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് 2 എൽബോ പീസ് എടുക്കാം. ഇതാ നമ്മൾ മോട്ടിലിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതാ 2 എൽബോൻ്റെ പീസ് 2 ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ കട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കറക്റ്റൊക്കെ സൈസൊക്കെ കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ സൈസൊക്കെ കറക്റ്റാണ്. നമ്മൾ നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നുണ്ട്. ചെറിയ ലൂസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഗ്ലൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിത് 2 ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ ഗ്ലൂ വെച്ച് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു നമ്മൾ ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ നല്ല എയർ ടൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനിതാ ഫുള്ളായിട്ട് എയർ ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസാണ്. നമുക്കിത് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ എല്ലാം വെച്ച് നല്ല സെറ്റായിട്ട് നല്ല ഉറപ്പ് തന്നെ ഒട്ടിച്ച് വെക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് തന്നെ ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലസ് ക്യൂക്ക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനത്തെ ഗമ്മൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ല ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ DC മോട്ടർ എടുക്കാം. നമ്മളിത് സെൻട്രലായിട്ട് ഇവിടെ നമ്മളൊരു മാർക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ മോട്ടർ വെച്ചിട്ട് നമുക്ക് നേരത്തെ യൂസ് ചെയ്ത നമ്മൾ മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണം. നമ്മളിത് നന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതാ നല്ല കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം ലൂസാണോ ടൈറ്റാണോ എന്നൊക്കെ. ഇത് നമ്മളിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ ലൂസാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഗ്ലൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാണുന്നില്ലേ, ഇതേപോലെ കുറച്ച് അകത്തോട്ടേക്ക് മോട്ടർ കുറച്ച് അകത്തോട്ടേക്ക് താഴ്ത്തി വേണം വെക്കാൻ. ഇത് നമ്മളിത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗ്ലൂ ചെയ്ത് നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് യൂസ് ചെയ്തത് ഗ്ലൂ ഗൺ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് നമുക്ക് DC സ്വിച്ച് ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇവിടെ നമുക്ക് മൂവ്മെൻറ്റ് വരുന്നതാണ്, അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിത് അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ DC സോക്കറ്റ് ഇതാ ഇവിടെ വരുന്നൊക്കെ രീതിയിൽ നമുക്ക് ഗ്ലൂ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വയറിംഗ് സെക്ഷനാണ് വരുന്നത്. സ്വിച്ചിൽ നിന്ന് വരുന്ന 2 വയർ ഒരു വയർ നേരെ മോട്ടറിലേക്കും ഒരു വയർ നേരെ DC സോക്കറ്റിലേക്കും DC സോക്കറ്റിൽ നിന്ന് 2 വയറിനുള്ള ഒരു വയർ നേരെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുക. സിമ്പിൾ സർക്യൂട്ടാണ്. പിന്നെ നമുക്ക് നമ്മൾ ഫാനിൻ്റെ ലീഫ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ആ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് കറങ്ങേണ്ടത് ഇതേപോലെയാണ്. അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് കറങ്ങുന്നതെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഈ ഒരു കുഴപ്പം നമുക്ക് കറക്റ്റാക്കി കിട്ടുന്നതാണ്. നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ മെഷീൻ വർക്ക് ചെയ്യണമെന്ന് നോക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് നമുക്ക് നമ്മളെ മെഷീൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടപ്പടച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മളിതാ മെഷീൻ സെറ്റ് ആയിരുന്നു. നമുക്കിതിൽ പവർ സപ്ലൈ കൊടുക്കണം. പവർ സപ്ലൈ കൊടുക്കേണ്ടിയിട്ട് നമ്മളിതാ അഡാപ്റ്ററുള്ള വയർ നേരെ നമ്മളെ DC സോക്കറ്റിലേക്ക് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്താൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഫാൻ കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അത്യാവശ്യം നല്ല സ്പീഡിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? എല്ലാവരും ഒന്ന് വീഡിയോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൊരു 5 വോൾട്ടിൻ്റെ മോട്ടറാണ്. അതൊന്ന് 12 വോൾട്ടിൻ്റെ മോട്ടറാക്കിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ കാറ്റിൻ്റെ പ്രശ്നം അങ്ങ് മാറി കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മാർക്ക്. അത് എനേബിൾ ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോസുകളും കാണാൻ